ടെറിഡോഫൈറ്റ്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ബ്രയോഫൈറ്റിനെ കുറിച്ചും ആൽഗയെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പ്ലാന്റ് കിങ്ഡത്തിൽ വരുന്ന മൂന്നാമത്തെ ഐറ്റമായിട്ടുള്ള ടെറിഡോഫൈറ്റ്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ടെറിഡോഫൈറ്റ്സിൽ മെയിൻലി ഇൻക്ലൂഡ് ചെയ്യുന്നത് ഹോഴ്സ് ടെയിൽ ആൻഡ് ഫേൺസ് എന്നീ രണ്ട് കാറ്റഗറിയാണ് മെയിൻലി ടെറിഡോഫൈറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇവല്യൂഷണറി വെച്ച് നോക്കുമ്പം ദേ ആർ ദ ഫസ്റ്റ് ടെറസ്ട്രിയൽ പ്ലാന്റ്സ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആൽഗെ ബ്രയോഫൈറ്റ്സ് ഒക്കെ പറഞ്ഞപ്പം ആൽഗെ എന്ന് പറയുന്നത് പ്യുവർലി അക്വാട്ടിക് ആണ്, ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്നത് ആംഫീബിയൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലാന്റ് കിങ്ഡത്തിലുള്ള ആംഫീബിയൻസ് ആണ്. പ്യുവർലി ടെറസ്ട്രിയൽ പ്ലാന്റ്സ്, അതായത് കരഭാഗത്ത് കാണുന്ന ടെറസ്ട്രിയലി കാണുന്ന പ്ലാന്റ്സ് ഇവല്യൂഷണറി ഫസ്റ്റ് എന്ന് പറയുന്നത് ടെറിഡോഫൈറ്റ്സ് ആണ്. അപ്പോൾ ഈ ടെറസ്ട്രിയൽ പ്ലാന്റ്സിലേക്ക് വരുമ്പോൾ അവയിൽ കുറച്ച് അഡ്വാൻസ്മെൻറ്റ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ അഡ്വാൻസ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ടെറിഡോഫൈറ്റ്സിൽ സൈലം ആൻഡ് ഫ്ലോയം എന്നീ വാസ്കുലർ ടിഷ്യൂസ് കാണുന്നുണ്ട്. അതൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്, എല്ലാവരും പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഇതിനി എവിടെയാണ് കാണുന്നത്? നമ്മൾ ഓരോ വീഡിയോയിലും ഓരോന്നും എവിടെയാണ്, അവയുടെ ഹാബിറ്റ് എവിടെയാണെന്ന് പറയുന്നുണ്ട്. നമ്മളുടെ ടെറിഡോഫൈറ്റ്സ് ഫൗണ്ട് ചെയ്യുന്നത് കൂൾ, ഡാമ്പ് അല്ലെങ്കിൽ ഷെയ്ഡി പ്ലേസസിലാണ്. കുറച്ച് തണുപ്പൊക്കെ കിട്ടുന്ന നിഴൽ, അത്യാവശ്യം വെയിൽ അങ്ങനെ കിട്ടാത്ത പ്ലേസസിലാണ്, അല്ലെങ്കിൽ സാൻഡി സോയിൽ കണ്ടീഷനിലൊക്കെ ഇത് നല്ലോണം കാണും. അതായത് പൂഴിയുള്ള മണ്ണിലൊക്കെയാണ് ടെറിഡോഫൈറ്റ്സ് നല്ല രീതിയിൽ കാണപ്പെടുന്നത്. ഇനി ടെറിഡോഫൈറ്റ്സിൻ്റെ പ്ലാന്റ് ബോഡി എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ ബാക്കിയുള്ള ക്ലാസ്സുകളിൽ പഠിച്ചതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് വേണം പഠിക്കാൻ. അപ്പോൾ ഈ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് മെയിൻലി സ്പോറോഫൈറ്റ് ആണ്, ബാക്കിയുള്ളതൊക്കെ ഗാമിറ്റോഫൈറ്റ് ആയിരുന്നു. അപ്പോൾ ടെറിഡോഫൈറ്റ്സിൻ്റെ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് മെയിൻലി സ്പോറോഫൈറ്റ് ആണ്. ആ സ്പോറോഫൈറ്റിനെ ട്രൂ റൂട്ട്, ട്രൂ സ്റ്റെമ്മ്, ട്രൂ ലീവ്സ്, ഇങ്ങനെ ട്രൂ റൂട്ട്, സ്റ്റെമ്മ്, ലീവ്സ് എന്നിങ്ങനെ ടെറിഡോഫൈറ്റ്സിൻ്റെ പ്ലാന്റ് ബോഡി ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലെന്താ വെൽ ഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള വാസ്കുലർ ടിഷ്യൂസും കാണുന്നുണ്ട്. ഇനി ഈ ടെറിഡോഫൈറ്റ്സിൻ്റെ ലീവ്സ് എന്ന് പറയുന്നത് പല ടൈപ്പാണ്. ചിലതിൽ സ്മോൾ ലീവ്സ് ആയിരിക്കും ഉണ്ടാവുക. ആ സ്മോൾ ലീവ്സിനെ മൈക്രോഫിൽസ് എന്ന് പറയുക. സെലാജിനെല്ലയിലൊക്കെ മൈക്രോഫിൽസ് ആണ് കാണുന്നത്. ഇനി ലാർജ് ലീവ്സ് ആണെങ്കിൽ അവയെ മാക്രോഫിൽസ് എന്ന് പറയും. ഫേൺസിലൊക്കെ മാക്രോഫിൽസ് ആണ് കാണുന്നത്. ഓക്കെ, ഇനി ജസ്റ്റ് റീപ്രൊഡക്ഷൻ്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ്. ഈ സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡിക്ക് സ്പൊറാഞ്ചിയ ഉണ്ടാവും. ഈ സ്പൊറാഞ്ചിയയിലാണ് നമ്മുടെ സ്പോർസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്പൊറാഞ്ചിയ എന്ന് പറയുന്നത് എന്താ, ഒരു സ്പോറോഫില്ലിലാണ് നമ്മുടെ സ്പൊറാഞ്ചിയ കാണുന്നത്. പക്ഷേ ചില കേസസിൽ അല്ലെങ്കിൽ ചില ടെറിഡോഫൈറ്റ്സിൽ സ്പോറോഫിൽസ് എന്ന് പറയുന്ന ഒരു ഡിസ്റ്റിങ്ക്റ്റ് കോമ്പാക്റ്റ് സ്ട്രക്ചേഴ്സ് ആയിട്ട് ഫോം ചെയ്യും. സാധാരണ സ്പോറോഫിൽ അല്ലാതെ അപ്പോൾ വേറൊരു ടൈപ്പ് സ്ട്രക്ചറായിട്ട് ഫോം ചെയ്യും. അതിനെ കോൺ അല്ലെങ്കിൽ സ്ട്രോബിലി എന്നാണ് പറയുന്നത്. അത് മെയിൻലി ഫോം ചെയ്യുന്നത് സെലാജിനെല്ല ഇക്വിസിറ്റം എന്നതിലൊക്കെയാണ്. അതിലൊരു പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, ആ ഒരു മഞ്ഞ കളറിൽ, അതാണ് സ്ട്രോബിലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് മെയിൻലി 4 ടൈപ്പ് ടെറിഡോഫൈറ്റ്സിൻ്റെ പിക്ചേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് സെലാജിനെല്ലയാണ്. കണ്ടില്ലേ നിങ്ങൾക്ക്, ലീഫ്, സ്റ്റെമ്മ്, റൂട്ട് എല്ലാത്തിലും കാണാൻ വേണ്ടി പറ്റും. രണ്ടാമത്തത് ഇക്വിസിറ്റുമാണ്. നമ്മളിപ്പോൾ പറഞ്ഞ സ്ട്രോബിലസ് അതിൽ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തത് ഫേൺ. ദെൻ ഫോർത്ത് വൺ എന്ന് പറയുന്നത് സാൽവിയ. ഓക്കെ, ഇനി ടെറിഡോഫൈറ്റ്സിലുള്ള റീപ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. സ്പൊറാഞ്ചിയ പ്രസൻ്റ് ആണ്, സ്പോറോഫിൽ ബിയറിങ് സ്പൊറാഞ്ചിയ എന്ന് പറഞ്ഞു. ഈ സ്പൊറാഞ്ചിയ എന്ത് ചെയ്യും, മിയോസിസ് വഴി സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മെയിൻലി സ്പോറോഫൈറ്റിക് ആണ് ഡോമിനൻ്റ് ആയിട്ടുള്ള സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പോറോഫൈറ്റിക് ആയിട്ടുള്ള സ്റ്റേജ് 2n സ്റ്റേജ് ആണ്. അവ എന്ത് ചെയ്യും, മിയോസിസ് വഴി സ്പോർസ് ഫോം ചെയ്യുമ്പോഴാണ് ഹാപ്ലോയിഡ് സ്റ്റേജ് ആരംഭിക്കുന്നത്. ഇനി ഈ സ്പോർസ് ആദ്യം ജെർമിനേറ്റ് ചെയ്തിട്ടൊരു താലസ് ഉണ്ടാകും. താലസ് കംപ്ലീറ്റ്ലി ഫോം ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഒരു ഫോമാണ് താലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ താലസ് എന്താ, ഇൻകോൺസ്പിക്യുവസ്, സ്മോൾ ബട്ട് മൾട്ടി സെല്ലുലാർ, ഫ്രീ ലിവിങ്, മോസ്റ്റ്ലി ഫോട്ടോസിന്തറ്റിക് ഥാലോയിഡ് ഗ്യാമറ്റോഫൈറ്റ് ആണ്. അപ്പോൾ താലസ് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു ഡെഫിനിഷൻ അവിടെ എഴുതി വെക്കാൻ പറ്റണം. അപ്പോൾ ആദ്യം സ്പോറോഫൈറ്റിക് സ്റ്റേജിൽ നിന്ന് നമ്മളിപ്പം ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗ്യാമറ്റോഫൈറ്റിക് സ്റ്റേജിലേക്കാണ് എത്തിയിട്ടുള്ളത്.
അപ്പോൾ ഈ ഗ്യാമറ്റോഫൈറ്റിക് സ്റ്റേജ് എന്ന് പറയുന്നത് അവയ്ക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ഉണ്ടാകും. അതിൽ മെയിൽ സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് ആന്ത്രീഡിയും ഫീമെയിൽ സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് ആർക്കിഗോണിയും ആയിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഡയഗ്രാം വെച്ചിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് ടെറിഡോഫൈറ്റിൻ്റെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും താഴെ നോക്ക്, അതൊരു ടെറിസിൻ്റെ ഒക്കെ സ്ട്രക്ചറിൽ എന്താ സ്പോറോഫൈറ്റ് കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ഓറഞ്ച് കളറിൽ ലൈൻ ചെയ്തിട്ടുള്ളതൊക്കെ ഡിപ്ലോയിഡ് സ്റ്റേജും ആ ഒരു വയലറ്റ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് വയലറ്റ് കളറിൽ ഷെയ്ഡ് ചെയ്തിട്ടുള്ളതൊക്കെ ഹാപ്ലോയിഡ് സ്റ്റേജും ആയിരിക്കും. അപ്പോൾ മെയിൻ സ്റ്റേജ് എന്ന് പറയുന്നത് സ്പോറോഫൈറ്റിക് സ്റ്റേജാണ്. ഈ സ്പോറോഫൈറ്റിക് സ്റ്റേജിൽ സ്പോറോഫിലിൽ സ്പൊറാഞ്ചിയ ഉണ്ടാകും. ആ സ്പൊറാഞ്ചിയയിൽ എന്തുണ്ടാകും? സ്പോർസ് ഫോം ചെയ്യും. എങ്ങനെ? മിയോസിസ് വഴി. ഓക്കെ, അപ്പം സ്പോറോഫൈറ്റ് സ്പൊറാഞ്ചിയ ഫോം ചെയ്യുന്നു. സ്പൊറാഞ്ചിയയിൽ സ്പോർസ് ഫോം ചെയ്യുന്നുണ്ട്. മിയോസിസ് വഴി സ്പോർസ് ഫോം ചെയ്യും. ആ സ്പോർസ് ഫോം ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറും? ഹാപ്ലോയിഡ് സ്റ്റേജിലാണ് ഉള്ളത്. അപ്പോൾ ഈ സ്പോർസ് ജെർമിനേറ്റ് ചെയ്തിട്ട് അതിന് മൈറ്റോസിസ് ഒക്കെ നടന്ന് ജെർമിനേറ്റ് ചെയ്തിട്ടാണ് ഗ്യാമറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡി ഉണ്ടാകുന്നത്. ആദ്യം പ്രോതാലസ് ഉണ്ടാകും. ആ പ്രോതാലസിൽ നിന്ന് മെച്യൂർഡ് ആയിട്ടുള്ള ഗ്യാമറ്റോഫൈറ്റ് ഉണ്ടാകും. ഈ ഗ്യാമറ്റോഫൈറ്റിലാവട്ടെ മെയിൽ ഓർഗനും ഉണ്ടാകും, ഫീമെയിൽ ഓർഗനും ഉണ്ടാകും. മെയിൽ ഓർഗൻ എന്ന് പറയുന്നത് ആന്ത്രീഡിയവും ഫീമെയിൽ ഓർഗൻ എന്ന് പറയുന്നത് ആർക്കിഗോണിയവും. പിന്നെ ആസ് യൂഷ്വൽ റീപ്രൊഡക്ഷൻ പോലെ തന്നെ ആന്ത്രീഡിയത്തിൽ ആന്ത്രോസോയിഡ്സ് അല്ലെങ്കിൽ സ്പേം പ്രൊഡ്യൂസ് ചെയ്യും. സ്പേം മൂവ് ചെയ്തിട്ട് എഗ്ഗിൻ്റെ അടുത്ത് വരും. നമ്മളുടെ ആർക്കിഗോണത്തിനുള്ളിലുള്ള എഗ്ഗിൻ്റെ അടുത്ത് വന്നിട്ട് ഫ്യൂസ് ചെയ്യും. അപ്പോൾ സ്പേമും എഗ്ഗും ഫ്യൂസ് ചെയ്തതിന് ശേഷം അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് സൈഗോട്ട് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇത്രയും അതായത് നമ്മൾ മിയോസിസിന് ശേഷം സ്പോർസ് മുതൽ ഫെർട്ടിലൈസേഷൻ വരെയുള്ള സ്റ്റേജാണ് ഹാപ്ലോയിഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതിനുശേഷം സൈഗോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഡിപ്ലോയിഡ് സ്റ്റേജായി 2N സ്റ്റേജിലാണുള്ളത്. ഈ സൈഗോട്ടിന് മൈറ്റോട്ടിക് ഡിവിഷൻ, ഈക്വൽ ഡിവിഷൻ നടന്ന് പിന്നെയും സ്പോറോഫൈറ്റിലേക്ക് മാറും. ഇങ്ങനെയാണ് നമ്മൾ ടെറിഡോഫൈറ്റിൽ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ കാണിക്കുന്നത്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ മെയിനായിട്ട് ടെറിഡോഫൈറ്റ്സിൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ക്യാരക്ടേഴ്സ്, അവയുടെ റീപ്രൊഡക്ഷൻ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ടേം, ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് ഹോമോസ്പോറസും ഹെറ്ററോസ്പോർസും. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ടെറിഡോഫൈറ്റ്സിൽ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് അല്ലേ. ഈ സ്പൊറാഞ്ചിയയിൽ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെജോറിറ്റി ടെറിഡോഫൈറ്റ്സിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർസൊക്കെ സിമിലർ ആയിരിക്കും. എല്ലാം ഒരേപോലെ ആയിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്പോർസ് ഉള്ളതിനെയാണ്, പ്ലാന്റ്സിനെയാണ് നമ്മൾ ഹോമോസ്പോറസ് ആയിട്ടുള്ള പ്ലാന്റ്സ് അല്ലെങ്കിൽ ഹോമോസ്പോറസ് സ്പൊറാഞ്ചിയ എന്ന് പറയുന്നത്. ഇനി ചില കേസിൽ മെയിൻലി സെലാജിനെല്ല, സാൽവിയ എന്നിവയിലൊക്കെ 2 ടൈപ്പ് അല്ലെങ്കിൽ 2 കൈൻഡ്സ് ഓഫ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിലൊന്ന് മാക്രോ ലാർജ് ആയിരിക്കും, മറ്റൊന്ന് സ്മോൾ ആയിരിക്കും, മൈക്രോ ആയിരിക്കും. അപ്പം അങ്ങനെ 2 ടൈപ്സ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഹെറ്ററോസ്പോറസ് എന്നും പറയും. അപ്പോൾ 2 ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ് ഹോമോസ്പോറസും ഹെറ്ററോസ്പോറസും. ഇനി ടെറിഡോഫൈറ്റ്സിനെ ഫെർദറായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് അടുത്ത വരുന്ന ക്ലാസ്സുകളിൽ പറയുന്നതായിരിക്കും.